കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ അബിയുടെ ജാനകിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അപർണ നേരെ ഹോസ്പിറ്റലിലേക്കാണ് എത്തുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ അജയ് ഇരിപ്പുണ്ടായിരുന്നു. അജയ് കണ്ടതും അപർണയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല. പെട്ടെന്ന് അജയോട് പറഞ്ഞു, അജയ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നില്ലേ? എനിക്കറിയാമായിരുന്നു അജയ് ഇവിടെ തന്നെ കാണുന്ന. അതല്ലേ ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ വീട്ടിൽ പോലും പോകാതെ ഇങ്ങോട്ട് വന്നേന്ന് പറയാം. അജയ് വാ, എനിക്ക് നിരഞ്ജനനെ ഒന്ന് കാണണമെന്ന് പറയാം. അജയ് അമാന്തിച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അജയ് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ബാ. എന്താണെങ്കിലും ഞാൻ ആ സത്യങ്ങളൊക്കെ വളരെ വൈകി അറിഞ്ഞേ. എന്റെ ഫ്രണ്ടുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അജയ് ഒരു പെണ്ണിനെ കൂട്ടി കാറി കയറുന്ന് പോകുന്ന കണ്ടെന്ന്. പക്ഷെ ഒരിക്കലും അത് അജയ് ആകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അജയ് എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല. പക്ഷേ ഉണ്ടല്ലോ, അജയനെ ഹെൽപ്പ് ചെയ്ത ആരാന്നുള്ള സത്യം എനിക്കറിയാം. അവരോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല. ബാ അജയ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചു കയറ്റിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിരഞ്ജന ഭയങ്കര സന്തോഷത്തിലായിരുന്നു. നിരഞ്ജന അജയ് കെട്ടി താലിയൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക. കാരണം എത്ര നാളത്തെ ആഗ്രഹം തന്റെ സഫലമായിരിക്കുന്നേ. ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാ താൻ ഈ കടുങ്കയൊക്കെ ചെയ്തേ. അങ്ങനെ അങ്ങ് കയറി ചെല്ലപ്പോൾ നിരഞ്ജന താലിയും പിടിച്ചിരിക്കുന്നുണ്ടപ്പം അപർണയ്ക്ക് അങ്ങ് സഹിച്ചില്ല. അപർണ പെട്ടെന്ന് കൈ അടിച്ചിട്ട് പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട് നിന്നെ നാടകം എന്ന് പറയാം. ദേടെ നിരഞ്ജന ഒരു നിമിഷം ഞെട്ടി അപർണയെ കണ്ടപ്പോ. ഞാൻ ഇത്രയും നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. നീ എന്റെ കൂടെ കൂടിയിട്ട് എന്നെ ചതിക്കുമായിരുന്നില്ലേ? നിനക്ക് ഒരു വാക്ക് എന്നോട് പറയായിരുന്നു. പക്ഷെ നീ ചെയ്തതോ? എനിക്കറിയാം അജയനെ സ്വന്തമാക്കാൻ നീ ഏതറ്റം വരെ പോകുന്നു. അതിനു വേണ്ടി നടത്തിയൊരു ഡ്രാമയല്ല നീ. ആ ഡ്രാമയിൽ അജയ് വീണു. പക്ഷേങ്കില് എല്ലാവരുടെയും മുന്നിൽ നാണം കിട്ടാൻ ഞാനാ. എന്റെ ജീവിതം, എന്റെ കരിയറാ നഷ്ടപ്പെട്ടു പോയത്. നിനക്കറിയാവോ, 39 വയസ്സ് കഴിഞ്ഞാൽ എനിക്കിനി ഇപ്പം ഒരു വിവാഹ ജീവിതം ഉണ്ടാവുള്ളൂ പറഞ്ഞ് എനിക്ക് ആ അമലിന്റെ മുന്നിൽ തല കുഞ്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു. പക്ഷെങ്കിലുണ്ടല്ലോ, ഒരിക്കലും ഞാൻ അവനെ ഭർത്താവായിട്ട് കാണാൻ പോകുന്നില്ല. കണ്ടു, ഇനി എന്താ അളകാപുരി സംഭവിക്കുന്നത് കാണാം. നിന്റെ കഴുത്തിൽ ഇത്ര പെട്ടെന്ന് താലിയൊക്കെ കിട്ടിത്തന്നോ? അപ്പൊ ഇതിനു വേണ്ടിയിട്ടായിരിക്കും അജയ് അവിടുന്ന് ധൃതിപ്പെട്ട് ഇങ്ങോട്ട് ഓടി വന്നതല്ലേ നിന്റെ കഴുത്തിൽ താലി ആർത്താരെന്ന് ചോദിക്കാം. ഈ സമയം നിരഞ്ജന പറഞ്ഞു, അപർണ നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല നിരഞ്ജന. ദേ, ഞാൻ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കല്ലോ ഓരോ കാര്യങ്ങളും. അല്ലെങ്കിൽ തന്നെ അത്ര നല്ല കാര്യങ്ങളാണല്ലോ നീ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നേ. കൂടെ നിന്നിട്ട് ചതിച്ചിട്ട് എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളെ തട്ടിക്കൊണ്ടു പോന്നു. ആ കല്യാണ മണ്ഡപത്തിൽ ഞാൻ ഇരുന്ന് ഒരുക്കമുണ്ടല്ലോ, അതെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ആ വേദന എന്താന്ന്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, നിന്റെ കഴുത്തിൽ അജയ് കെട്ടിയ താലിയായിരിക്കും കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നീ ഇനി അനന്തപുരിയിലേക്ക് വരണം. അനന്തപുരിയിലേക്കല്ല, സോറി, അങ്ങോട്ടോടും പറയും മാറിപ്പോയതട്ടോ, അളകാപുരിയിലേക്ക് വരണം. അളകാപുരിയിലേക്ക് വന്നാലോ നമ്മൾക്ക് രണ്ടുപേർക്ക് അവിടെ തമ്മിൽ നേർക്കുന്നവർ കാണണ്ടേ. നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും നിരഞ്ജന. നിന്റെ വരവിനായിട്ട് എനിക്ക് നിന്നെ അവിടെ കിട്ടണം. ഇവിടെ കിട്ടിയിട്ട് കാര്യമില്ല. ഈ ശരിക്കും പറഞ്ഞാല് ഈ അപർണ ആരാ നീ അറിയാൻ പോകുന്നുള്ളൂ. ഇത്ര നാളത്തെ പോലെ അല്ലാന്ന് പറയാം. ഇതും പറഞ്ഞിട്ട് വെല്ലു വിളിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ്. അജയോട് പറഞ്ഞു, അജയ് വീട്ടിലേക്ക് വരില്ലേ? എനിക്ക് കാണണം. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കൈ കെട്ടണമെന്ന് പറഞ്ഞിട്ട് വെല്ലു വിളിച്ചിട്ട് അപർണ അങ്ങോട്ട് ഇറങ്ങിപ്പോവാ. ഈ സമയത്ത് ആകെപ്പാടെ അസ്വസ്ഥപ്പെട്ട് ഓഡിറ്റോറിയത്തിൽ എല്ലാവരും നിൽക്കുക. അപർണ എങ്ങോട്ടാ എന്താ പോയെന്നും അറിയത്തില്ല. അങ്ങനെ വീട്ടിലേക്ക് ഇറങ്ങേണ്ട കൃത്യ മുഹൂർത്തത്തിൽ തന്നെ അപർണയും ഫ്രണ്ടും കൂടെ വരുവാണ്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞ് വിശ്വനാഥനായിട്ട് സമാധാനം പോയതും ആയത്. മോളെ നീ എങ്ങോട്ടാ പോയത്? ഞാൻ പറഞ്ഞില്ല അച്ഛാ, അതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും ചോദിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാനങ്ങനെ എന്താണ് ഒളിച്ചോടി പോകാനൊന്നും പോകുന്നില്ല. ഈ സമയത്ത് സൂര്യനാരായണൻ വന്നിട്ട് ചോദിച്ചു, മോളെ നീ എന്ത് പരിപാടിയെ കാണിച്ചേ? കല്യാണം കഴിച്ചത് എങ്ങോട്ടാ ഓടിപ്പോയെന്ന് ചോദിക്കാം. അതെ, ഞാൻ എല്ലാവരെ പോലെ ഒളിച്ചോടി പോയിട്ടൊന്നുമില്ലെന്ന് മനസ്സിലായല്ലോ. ഞാൻ പോയ പോലെ തന്നെ ഇങ്ങോട്ട് തിരികെ വന്നില്ലേ. ഇനിയിപ്പോ ഇതിനെക്കുറിച്ചൊരു ചോദ്യം വേണ്ട, പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയാം. മുഖത്തെടുത്തടിച്ച പോലെ പറയണേ. പെട്ടെന്ന് അപ്പിക്കും ജാനകിക്കും വല്ലാത്ത ടെൻഷൻ. കാരണം അച്ഛനോടാണ് സംസാരിക്കുന്നത്. ആ ഒരു ബഹുമാനോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ അപർണ സംസാരിക്കുന്നത്. പക്ഷേങ്കിൽ സൂര്യനാരായണ അത് അത്ര കാര്യമാക്കി എടുത്തില്ല. ഒറ്റ മോളായിട്ട് തമ്പി കൊഞ്ചിച്ച് വളർത്തിയതല്ലേ. അപ്പൊ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണുമായിരിക്കും. അളകാപുരി വന്നു കഴിഞ്ഞാൽ അതൊക്കെ നേരെയാക്കി എടുക്കാം എന്നൊരു ചിന്തയായിരുന്നു ജാനകിയുടെ ആണെങ്കിലും എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നേ. പക്ഷെ അമലിന് ഒരു കാര്യം ഉറപ്പായിരുന്നു, ഇവൾ ഒരിക്കലും തന്നെ സ്നേഹിക്കാൻ പോകുന്നില്ല. തന്നെ ഒരു കളിപ്പാവയാക്കാനായിട്ട് കൊണ്ടുവന്നാന്ന് തോന്നുന്നത്. ഇവളുടെ ഉദ്ദേശം വേറെ എന്തൊക്കെയാണ്. ആ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് തന്റെ മുന്നിൽ ഇവള് കഴുത്ത് കുഴിച്ച് വന്നിരിക്കുന്നത്, താലി കെട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും താൻ അതിന് അനുവദിക്കില്ല. അളകാപുരി രണ്ടാക്കാനാണ് ഇവളുടെ ഭാവമെങ്കില് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, കാര്യമല്ല. അങ്ങനെയൊക്കെ അമലും മനസ്സിലും ചില കണക്കൂട്ടലൊക്കെ നടത്തുന്നുണ്ട്. പിന്നീട് സൂര്യനാരായണൻ പറഞ്ഞു, എന്നാൽ ശരി നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ അളകാപുരിയിലേക്ക് പോവാം. ആദ്യം തന്നെ ജാനകിയും അതോടൊപ്പം തന്നെ പ്രഭയും കൂടെ പോയിട്ടുണ്ടായിരുന്നു. കാരണം വീട്ടിൽ ചെന്ന് നിലവിളക്കൊക്കെ റെഡിയാക്കി വെക്കണം, ആരതിയൊക്കെ റെഡിയാക്കി വെക്കണം. കാരണം ഇവര് പെണ്ണും ചെറുക്കനും വരുമ്പോൾ ആരതിയൊക്കെ ഒഴിഞ്ഞു വേണമല്ലോ കയറ്റാനായിട്ട്. അങ്ങനെ അവർ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ജാനകി ആരതിയൊക്കെ എടുത്തോണ്ട് വരുന്നത്. ആ സമയം നിലവിളക്ക് വേണ്ടി പ്രഭയും കൂടെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവര്
അങ്ങോട്ട് വന്ന് കയറാൻ തുടങ്ങുമ്പോഴത്തേനും ജാനകി ആദ്യം ആരതി ഒഴിയാണ്ട് തുടങ്ങുവാണ്. ഇത് കണ്ടതും പെട്ടെന്ന് തന്നെ അപർണ പറഞ്ഞു, അതെ ആരതി ഒഴിയാൻ വരട്ടെ എന്ന് പറയണം. ഇത് കേട്ട എല്ലാവരും ഒരു നിമിഷം ഞെട്ടി. എന്താ കാര്യം എന്നറിയില്ല. അതെ ഏട്ടത്തി അല്ല ആരതി ഒഴിയേണ്ടേ, അമ്മയാണ് ചെയ്യേണ്ടേ. അമ്മ ചെയ്യേണ്ട കാര്യങ്ങൾ അമ്മ ചെയ്യണമെന്ന് പറയാം. വല്ലാത്തൊരു മുഖത്തടിയേറ്റല്ലേ പോയി. ഈ സമയം മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷേ. കൊള്ളാം, ഇവള് പൊളിയാ. വന്ന് കേറിയപ്പോ തന്നെ ജാനകിട്ട് കൊടുക്കുന്നുണ്ട്. താൻ കൊടുക്കാനുള്ളത് ഇവള് കൊടുക്കുന്നുണ്ട്. ഇത് മതി, ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതി. ഇവളെ കയ്യിലെടുക്കുവാണെങ്കിൽ ഇവളെ ജാനകിനെ ഉടൻ തന്നെ വീട്ടിൽ നിന്ന് കെട്ടിക്കാം. തനിക്ക് പറ്റിയ മരുമോള് തന്നെ ഇവള് എന്ന് മുത്തശ്ശി മനസ്സിൽ കണക്ക് കൂട്ടുവാണ്. പിന്നീട് പ്രഭ എന്ത് ചെയ്യണം, പ്രഭ നിലവിളൊക്കെ കൊളുത്തി സ്വീകരിക്കുന്നുണ്ടാകത്തേക്ക്. ഈ സമയം രൂക്ഷമായിട്ടൊന്ന് നോക്കി ജാനകിനെ അപർണ. പക്ഷെ ജാനകി അതൊന്നും മൈൻഡാക്കില്ല. ജാനകിക്ക് വല്ലാത്ത സങ്കടം വന്നു, അഭിക്കും വല്ലാത്ത വിഷമായി. കാരണം തന്റെ ഭാര്യയെ തഴഞ്ഞിട്ടാണ് അവളിങ്ങോട്ട് കയറി പോയിരിക്കുന്നത്. അവളുടെ മനസ്സൊന്ന് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് അഭിക്ക് വല്ലാത്ത വിഷമാവും. പിന്നീട് എല്ലാവരും അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ ജാനകി അവിടെ നിൽക്കുന്നുണ്ടപ്പം അഭി എന്താ വിഷമായി നിൽക്കുക? ഒന്നുമില്ല എന്ന് പറയാൻ. എനിക്കറിയാം നിന്റെ മനസ്സ് വിഷമായി, നീ അന്ന് കാര്യാക്കണ്ട കേട്ടോ. ഇല്ല അഭിയേട്ടാ, എനിക്ക് സങ്കടമൊന്നുമില്ല. അല്ലെങ്കിൽ അതല്ലേ എന്റെ ശരി. ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് സ്വീകരിക്കേണ്ട അമ്മയല്ലേ. അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ ഒരു സ്ഥാനം അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ, അതൊന്നും സാരമില്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ അഭിക്ക് മനസ്സിലായി നന്നായിട്ട് വിഷമമായിട്ടുണ്ട് ജാനകിക്ക്. പക്ഷെ വേറെ ആരെങ്കിലും അറിയാതിരിക്കാൻ വേണ്ടി ഉള്ളിലുള്ള വിഷമം അങ്ങനെ ഉള്ളിൽ തന്നെ അവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. പിന്നെ അങ്ങനെ പൂജാമുറി കൊണ്ട് വിളക്ക് വെച്ചിട്ട് അപർണയോട് പറഞ്ഞു പ്രാർത്ഥിച്ചോളാൻ പറയാണ് പ്രഭ. അങ്ങനെ അപർണയോട് കൈകൂപ്പി എന്ന് പ്രാർത്ഥിക്കുക. മറ്റൊന്നും വേണ്ടിയല്ല പ്രാർത്ഥിച്ചേ, എന്റെ ഭഗവാനെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റണേ. കാരണം എന്റെ ലക്ഷ്യം വേറൊന്നാണ്. അമലിന്റെ ഭാര്യയായിട്ടല്ല ഞാനിവിടെ നിൽക്കാൻ പോകുന്നു. ഇനി മുതൽ എനിക്ക് വ്യക്തമായ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ അളകാപുരിനെ ചുട്ടരിക്കാന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ ആ കാര്യം നടക്കും. അത് നടത്തിയിട്ട് ഞാൻ ഇവിടുന്ന് പൊടിയും തട്ടിപ്പോവും. കണ്ടു, അല്ലാതെ ഇവിടെ ആരുടെ അടിമയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവളുടെ പ്രാർത്ഥന. ഈ സമയത്ത് അമലിനും വല്ലാത്ത ടെൻഷൻ. എന്റെ ദൈവമേ എങ്ങനെയാ തീരുവെന്തോ, ഓർത്തിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. പിന്നീട് പ്രഭ പറഞ്ഞു, അതെ മോളൊരു കാര്യം ചെയ്യാം, മുറിയിലേക്ക് പോയി റെഡിയായിക്കോ. മാറാനുള്ള വേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലുക. കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ വല്ലാത്ത ടെൻഷനാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അമലിനാണ് മുറിയിലേക്ക് പോകാൻ പോലും തോന്നിയില്ല. അമൽ അവിടെ നിൽക്കുന്ന കണ്ടപ്പം അഭി വന്നിട്ട് ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? നീ മുറിയിലേക്ക് പോണില്ലേന്ന് ചോദിക്കും. ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് പൊക്കോളാം. എടാ നിന്റെ കല്യാണം കഴിഞ്ഞാ അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? എടാ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? എടാ ഒരു പെണ്ണ് കയറി വന്നല്ലേ. അതെ ഏട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഏട്ടനറിയാലോ അവളുടെ സ്വഭാവം. എന്നെ കണ്ണെടുത്താൽ കാണത്തില്ല. ഞാനെങ്ങാനും ഇപ്പൊ അങ്ങോട്ട് ചെന്നിട്ടുണ്ട്, അതോടുകൂടി തീർന്നു. ഇനിയിപ്പം അതിന്റെ പേരും പറഞ്ഞായിരിക്കും അടുത്ത വഴക്ക്. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യം ഇല്ലാന്ന് പറയാം. ഞാനിവിടെ എവിടെയായാലും ഒന്ന് ഇരുന്നോളാം. എനിക്ക് ഇച്ചിരി സ്വസ്ഥതയും സമാധാനം മതി എന്ന് പറയാം. അഭിക്കും വല്ലാത്ത ടെൻഷനായി പോയി. പാവം, സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമല്ല നടന്നിരിക്കുന്നത്. എല്ലാരും കൂടെ കൂടിയിട്ട് ശരിക്കും പറഞ്ഞാൽ അവന്റെ തലയിൽ വെച്ച് കെട്ടുക ചെയ്ത അപർണേനെ. അവന്റെ ജീവിതം നന്നായി പോയില്ലെങ്കിൽ അതിന് കാരണക്കാരെ താനും ജാനയൊക്കെ ആയിരിക്കും എന്നൊരു ചിന്ത അഭിനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് അമലിന് എന്ത് ചെയ്യണമെന്ന് പോലും ഒരു ഊഹം ഉണ്ടായിരുന്നില്ല. അങ്ങനെ മുറിയിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേന് സമനില തെറ്റിയ പോലെയായി അപർണയ്ക്ക്. അപർണ നിൽക്കുന്ന സമയത്താണ് നളിനി അങ്ങോട്ട് വരുന്നത്. നളിനി വന്നിട്ട് ചോദിച്ചു, അല്ല മോളെന്താ നിപ്പാൻ നിൽക്കുന്നേ? ബാ താഴേക്ക് ഇറങ്ങി വരാൻ പറയണം. ഞാനെന്താ താഴേക്ക് ഇറങ്ങി വരണം? അല്ല മോള് താഴേക്ക് വരുന്നില്ലേ? പിന്നെ അവിടെ ആരെങ്കിലും ഇരിപ്പുണ്ടോ? എനിക്ക് താഴേക്ക് ഇറങ്ങി വരാൻ താല്പര്യമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്കിവിടെ എന്റേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതിനകത്ത് കൈ കടത്താൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഞാൻ ഇങ്ങോട്ട് വന്ന അമലിന്റെ ഭാര്യയെ ജീവിക്കാനല്ല, അളകാപുരിനെ താർക്കാൻ വേണ്ടിയാ വന്നേക്കെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. മുറിയിലേക്ക് കയറി. അങ്ങനെ മുറി ചെന്ന് കഴിയുമ്പോൾ അവിടെ കുറെ ഗിഫ്റ്റ് ഒക്കെ ഇരിക്കുന്നുണ്ടോ. അതൊക്കെ കണ്ട് ഇപ്പൊ ആകെപ്പടെ തലപെരുത്തു. തന്റെ അജയുടെ കല്യാണത്തിന് വേണ്ടി ആൾക്കാർ കൊടുന്ന് ഗിഫ്റ്റാ. പക്ഷെ ഇപ്പോഴോ അമലിന്റെ ഭാര്യയായിട്ടാ താൻ വന്നിരിക്കുന്നത്. അത് ഓർത്ത് കഴിഞ്ഞപ്പോൾ ആ ഗിഫ്റ്റ് എല്ലാം കൂടെ തട്ടി എറിയുകയാണ് അപർണ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.